അയോധ്യയിലെ തോൽവിയിൽ നട്ടൽ മാറാതെ ബി ജെ പി ഇപ്പോഴും അന്തം വിട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ തോൽവിയിൽ വിമർശിച്ചതിന് അയോധ്യയിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതന് നഷ്ടമായത് സുരക്ഷയ്ക്ക് കൂടെയുണ്ടായിരുന്ന ഗൺമാനെ. ഫൈസാബാദിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ജില്ലാ മജിസ്ട്രേറ്റുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഈ പൂജാരിക്ക് ഗൺമാനെ നഷ്ടമായത്. യു പിയിലെ ക്യാബിനറ്റ് മന്ത്രിയായ സൂര്യപ്രതാപ് ഷാഹിയും ജയീർ സിംഗും വിളിച്ച അവലോകന യോഗത്തിൽ ഈ പുരോഹിതൻ മഹന്ത് ദാസ് എന്ന പൂജാരി ഈ യോഗത്തിൽ വന്നിരുന്നു. അവിടെ നടന്ന ചർച്ചയ്ക്കിടയിൽ മഹന്ത് ദാസ് പറഞ്ഞത് ഈ ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ സമീപകാല നടപടികളെ തുടർന്നാണ് ഈ പരാജയം ഈ സർക്കാർ ഏറ്റുവാങ്ങിയത്, ഈ ബി ജെ പിയും ഈ സർക്കാരും ഏറ്റുവാങ്ങിയത് എന്നാണ് ഈ പൂജാരിയുടെ വാദം. ഈ തർക്കത്തിനിടയിൽ ആ ക്യാബിനറ്റ് മന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും അവിടുന്ന് പുറത്ത് ഇറങ്ങിപ്പോവുകയും യോഗം കഴിഞ്ഞ് ഈ പൂജാരി പുറത്തിറങ്ങുന്ന സമയത്താണ് അറിയുന്നത് എനിക്ക് ഗൺമാൻ ഇല്ല എന്ന്, ഗൺമാനെ അവർ പിൻവലിച്ചിരിക്കുന്നു എന്നത്. ഈ സംഭവത്തിന് ശേഷം പൂജാരി പറഞ്ഞത് സന്യാസിമാരുടെ പാർട്ടിയാണ് ബി ജെ പി എന്നാണ് പറയുന്നത്. ഈ സന്യാസിമാർക്ക് തന്നെ ഈ ബി ജെ പിയിൽ സ്ഥാനമില്ല. ഇതെല്ലാം ബി ജെ പി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ പൂജാരി പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബി ജെ പി മറന്നുപോയെന്നും ഈ സന്യാസി പറയുകയാണ്, ഈ പൂജാരി പറയുകയാണ്. അയോധ്യക്ക് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി അമ്പലം പണിയുമ്പോൾ സ്വന്തം നാട്ടിലെ ആളുകളെ ബി ജെ പി സർക്കാർ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, എല്ലാവരും മറന്നുപോയി എന്നാണ് പറയുന്നത്. നിരവധി പേർക്ക് വീടുകൾ നഷ്ടമായി, നിരവധി പേർക്ക് കടകൾ നഷ്ടമായി, ജോലികൾ നഷ്ടമായി. അതിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് ഈ തോൽവി എന്നാണ്